എങ്ങനെ സാങ്കേതികവിദ്യ എങ്ങനെ രൂപപ്പെട്ടു വന്നുവോ അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ആ സ്വാധീനവും വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഉപയോഗവും സമന്വയവും ഒക്കെ സ്വാഭാവികമായൊരു പരിണാമം എന്നോളം വന്ന് ഭവിച്ചിരിക്കുകയാണ്. ടീച്ചറും തമ്മിലുള്ള ബന്ധം, ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം അത് പുനർനിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം തന്നെ പുനർക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ സംവേദനവർഗവും ചലനാത്മകമായി മാറ്റാൻ നവസാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും പരമ്പരാഗത മാധ്യമങ്ങൾക്ക് അതിനില്ലാത്തൊരു സ്വാതന്ത്ര്യം ഇന്ന് നവസാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ട്. നമസ്കാരം, സ്മാർട്ട് ജൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജുവൽ ബേബി. അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ന്യൂ ജനറേഷൻ മാധ്യമങ്ങൾ. ആ ന്യൂ ജനറേഷൻ മാധ്യമങ്ങളും എഡ്യൂക്കേഷനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചും എല്ലാം നമ്മളെടുത്ത് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ പോൾ മുണ്ടാടൻ, ഫിസാറ്റ് മുൻ ചെയർമാനാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ വിദ്യാഭ്യാസവും ഈ പറയുന്ന മാധ്യമങ്ങളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ സാറിന് വളരെയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയും. കാരണം എഡ്യൂക്കേഷനിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂ ജനറേഷൻ മാധ്യമങ്ങൾ എത്രത്തോളം വിദ്യാഭ്യാസ രംഗത്തെ സ്വാധീനിക്കുന്നുണ്ട്? സ്മാർട്ട് ജൻ ജിഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് നാലാം തൂണിൻ്റെ ധർമ്മമാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ നവയുഗ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഈ ധർമ്മത്തിന് പ്രത്യേക പ്രാധാന്യം വരികയും ജീവിതത്തിൻ്റെ തന്നെ സമസ്ത മേഖലകളെയും, അത് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും സേവനമായാലും മറ്റ് വിപണന മേഖലകളായാലും എവിടെയും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കും ഇടപെടലുകളും സ്വാധീനവും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ പരമ്പരാഗതമായ അച്ചടി, ദൃശ്യ, ശ്രാവ്യ മേഖലകളെയൊക്കെ കടത്തിവെട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ സമന്വയിപ്പിക്കുന്ന രീതിയിൽ, ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിൽ നവസാമൂഹ്യ മാധ്യമങ്ങൾ വളർന്നിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 87 ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം 97 ആദ്യത്തെ ഈ നവമാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ രംഗപ്രവേശം ചെയ്തു. 6degree.com എന്ന് പറയുന്നു. 2002 ഫ്രണ്ട്സ്റ്റർ വന്നു. 2004 ഫേസ്ബുക്ക് വന്നു. 2006 ട്വിറ്റർ വന്നു. 2009 വാട്സപ്പ് വന്നു. 2010 ഇൻസ്റ്റാഗ്രാം വന്നു. 2016 നമ്മുടെ ടിക്ടോക്ക് വന്നു. ഇങ്ങനെ അതിനോടകം ഒട്ടനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രംഗപ്രവേശം ചെയ്തു. പല മേഖലകളെയും സ്വാധീനിക്കുന്ന രീതിയിൽ, പല മേഖലകളെയും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വളരുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പറയുമ്പോൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ തട്ടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കരിപ്പിടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നമ്മൾ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അത് വലിയൊരു റീച്ച് അല്ലെങ്കിൽ വലിയൊരു സാധ്യത തുറന്നു തരികയാണ്. പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അത് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ 1, 2, 3 എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2018, 19, 20 കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ, അന്ന് നടന്നിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുള്ള മാറ്റം, ആ മാറ്റം അന്നത്തെ ഇക്കോണമിക്ക്, അന്നത്തെ ഫാക്ടറി സെറ്റപ്പിന്, ദേശീയ തലത്തിലുള്ള സംവിധാനങ്ങൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കരിപ്പിടിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനനുപാക്ഷണീയമായ ഒരു ഗ്ലോബൽ ഇക്കോണമിക്ക്, ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, ഡിജിറ്റൽ ഇക്കോണമിക്ക് അനുയോജ്യമായിട്ടുള്ള, നോളജ് ഇക്കോണമിക്ക് അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കരിപ്പിടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു നോളജ് ഇക്കോണമി, അല്ലെങ്കിൽ ആഗോള അറിവിൻ്റെ ഇക്കോണമിയാണ് സമ്പദ് വ്യവസ്ഥ, ആഗോള വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അനുയോജ്യമായിട്ടുള്ള പുതിയ ടെക്നോളജി, സാങ്കേതിക വിദ്യയെ സമന്വയിപ്പിച്ചുകൊണ്ട് നവമാധ്യമങ്ങളെയും കൂടി കോർത്ത് പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമേ വിജയിക്കൂ. അത് ഒരു സ്വാഭാവികമായ പരിണാമമാണ്. കാരണം ഇപ്പോൾ അതൊരു ഗ്ലോബലി കണക്റ്റഡ് ആയി. അതെ.
എങ്ങനെ സാങ്കേതികവിദ്യ ഇങ്ങനെ രൂപപ്പെട്ടു വന്നുവോ അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ആ സ്വാധീനവും വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഉപയോഗവും സമന്വയവുമൊക്കെ സ്വാഭാവികമായൊരു പരിണാമം എന്നോളം വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ ഗുണപ്രദമായ ഒരു തട്ടകം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വിഷയങ്ങൾ അധ്യാപകനും വിദ്യാർത്ഥിക്കും ചർച്ച ചെയ്യാൻ പറ്റുന്ന വേദിയായി. ട്വിറ്റർ ഉണ്ടെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പോകുന്ന കൃത്യമായ ധാരണകളോടുകൂടി നിവേഷണങ്ങളോട് കൂടിയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൂടെ ട്യൂട്ടോറിയലുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ട്യൂട്ടോറിയലുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നു. നേരത്തെ അധ്യാപകൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ ഒരു മടിയായിരുന്നു, നമുക്ക് ഒന്നും കൂടെ ചോദിക്കുന്നത് എങ്ങനെ, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ആ ക്ലാസ്സിൻ്റെ ചാപ്റ്റർ മാത്രം അടിച്ചു കൊടുത്താൽ മതി, ഒരു അധ്യാപകൻ നിന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ നമ്മളിലേക്ക്. അതും വളരെ സരസമായിട്ട്. ഇപ്പം നമ്മുടെ അധ്യാപകൻ ചിലപ്പോൾ കുറച്ച് ചൂടായിട്ടുള്ള ആളാണ്, നമുക്കൊന്നും കൂടെ ചെന്ന് ചോദിക്കാൻ മടിയാണെങ്കിൽ വളരെ സരസമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തരുന്ന അധ്യാപകരെ കിട്ടുന്നു. അതുപോലെ തന്നെ വിരൽത്തുമ്പിലാണ് എന്ത് വിജ്ഞാനവും. ഒരു അസൈൻമെന്റ് വെക്കണമെങ്കിൽ പണ്ടൊക്കെ എത്രയോ ബുക്കുകൾ റെഫർ ചെയ്തിട്ടായിരുന്നു നമ്മൾ. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി പഠിക്കേണ്ട സാഹചര്യമാണ്. ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ളത് ജനകീയവൽക്കരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളാണ്, നവസാമൂഹ്യ മാധ്യമങ്ങളാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ ഫ്രീ ആയിട്ട് റിസോഴ്സുകൾ ലഭ്യമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ റിസോഴ്സുകൾ ലഭ്യമാണ്. പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചകൾക്ക് വേദികൾ ഒരുങ്ങുകയാണ്. ടീച്ചറും തമ്മിലുള്ള ബന്ധം, ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം അത് പുനർനിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം തന്നെ പുനർക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ സംവേദനവൽക്കവും ചലനാത്മകവുമായി മാറ്റാൻ നവസാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ മെറിറ്റ്സ് പോലെ തന്നെ നമുക്ക് ഡീമെറിറ്റ്സും എടുത്ത് പറയുന്നുണ്ട്. ഉണ്ട്. മെറിറ്റിനെ ഞാൻ പറയുന്നത് മെറിറ്റ് എപ്പോഴും ഏതൊരു പുതിയ സംവിധാനം വരുമ്പോഴും അതിന് രണ്ട് വശമുണ്ട്. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രാധാന്യം. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ, ഇന്നത്തെ മുന്നോട്ടുള്ള ഗതിയിൽ സാങ്കേതികവിദ്യ അനുരണനം മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസം അതിനൊപ്പിച്ച് കരിപ്പിടിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ പോലും അവെയറാണ് എങ്ങനെ മുന്നേറണം എന്നുള്ളത്. ഇപ്പോൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അത്രയും അവെയർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾ 7ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ആ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെത്താൻ കണ്ടുപിടിച്ചു അവൾക്ക് എവിടെ പഠിക്കണമെന്ന്. കണ്ണൂരുള്ള ഒരു വിദ്യാഭ്യാസ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹയർ സ്റ്റഡീസിന് ഇറ്റലിയിലേക്ക് നേരിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി തന്നെത്താൻ കണ്ടുപിടിച്ചാണ് ഓൺലൈനിൽ ഇങ്ങനെയൊരു സ്കൂളുണ്ടെന്നും ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് പുറത്ത് പഠിക്കാമെന്നും അവിടെ ഇത്ര ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്നുണ്ടെന്നും 7ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി കണ്ടുപിടിച്ചാണെന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു വളരെ വൈഡായിട്ട് കിടക്കുവാണ് ഇപ്പോഴത്തെ, ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടാണ് ഓരോ കുട്ടിയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മെറിറ്റ്സുകൾ ഡീമെറിറ്റ്സുകൾ നമ്മൾ പലതും അവോയ്ഡ് ചെയ്യാണ്, മെറിറ്റ്സുകളെയാണ് അവിടെ നമ്മൾ കാണുമ്പോൾ. കൊച്ചുകുട്ടി മാത്രമല്ല, 80 വയസ്സായ ഒരു വയോധികനായാലും ഒരു സ്ത്രീ, അങ്ങനെയുള്ള വയോധിക സ്ത്രീ ആയാലും അവരിതിലെല്ലാം ഇപ്പോൾ ഇൻവോൾവ് ആണ്. അവൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ടെക്നോളജി ആ രീതിയിലേക്ക് പരുവപ്പെട്ടിരിക്കുന്നു. അവിടെ അവർ നേടുന്ന അറിവുകളാണ്. അതോടൊപ്പം തന്നെ ഈ അറിവ് ശേഖരിക്കൽ മാത്രമല്ല, അത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കൽ മാത്രമല്ല, പ്രോസസ്സ് ചെയ്യുകയും അത് ഡെസിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. വിദ്യാലയങ്ങൾ ആ ധർമ്മം കൂടി ഏറ്റെടുത്താൽ മാത്രമേ ഈ ലഭിക്കുന്ന വിവരങ്ങളെ മുഴുവൻ ഫലപ്രദമായി അവർക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിലേക്ക് വരൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്ന ക്ലാസ് ടൈമിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. അത് സംശയങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ നോട്ടുകൾ ഇടാൻ, അത് റെഫർ ചെയ്യാൻ, പ്രബന്ധങ്ങൾ ചർച്ച ചെയ്യാൻ, പീർ ടു പീർ ഗ്രൂപ്പുകൾ, വിദ്യാർത്ഥികൾ തമ്മിൽ വെർച്വൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നു. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരിക്കുലം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും ചർച്ച ചെയ്യാനും വായിക്കാനും അറിവ് നേടാനും സാധിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു ഗ്ലോബൽ ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഈ കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണ പഠനം ഇവിടെ സാധ്യമാവുകയാണ്. ആശയവിനിമയം സാധ്യമാവുകയാണ്. റിസർച്ചിനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. കണ്ടുപിടുത്തത്തിനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഒരു നോളജ് ഇക്കോണമിയിൽ വിപണനം ചെയ്യപ്പെടുന്നത് അറിവാണ്. ആ അറിവ് വിപണനം ചെയ്യുന്നത് ഫലപ്രദമായി വിപണനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ നവസാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിയുന്നു.
ഒപ്പം ചേർത്ത് വെക്കേണ്ടത് മുമ്പ് ജുവൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഈ ഇതിനിടയിലുള്ള ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാനും സാധിക്കില്ല. അതിനെന്തെങ്കിലും റെഗുലേറ്ററി മെത്തേഡ്സ് ഉണ്ടോ? ഉണ്ടാകണമല്ലോ. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇതിന് ഈ നവ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്രയധികം സ്വീകാര്യത കിട്ടി എന്നുള്ളതിൻ്റെ ഒരു കാരണം, പലപ്പോഴും പരമ്പരാഗത മാധ്യമങ്ങൾക്ക് അതിനില്ലാത്തൊരു സ്വാതന്ത്ര്യം ഇന്ന് നവ സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. മറ്റവിടുത്തെ ഒത്തിരി, അതായത് ദൃശ്യശ്രാവ്യ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങൾക്കൊക്കെ ചില നിബന്ധനകളുണ്ട്. ഇവിടെയും ചില പ്രോട്ടോക്കോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്തും ഏതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വെച്ച് വിളമ്പുകയോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് പോലും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 4-ാം തൂണിൻ്റെ ധർമ്മത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, അതിൻ്റെ നെഗറ്റീവ് വശമാണ് ആ കാണുന്നത്. എന്തും ഏതും പറയാവുന്ന രീതിയിൽ, ആ രീതിയിലേക്ക് വരുന്നതിനപ്പുറം സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം അതിൻ്റെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും അവൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഫലപ്രദമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എന്നുള്ള ഡിവൈസ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ക്ലാസ് റൂമിൽ അതിന് ഉപയോഗിക്കുന്നതിന് നിബന്ധനകൾ ഏർപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ഉപയോഗിക്കാം. പക്ഷേ പഠിപ്പിക്കുന്ന നേരത്തെ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ വ്യത്യാസം. കുട്ടികളും അധ്യാപകനും ചേർന്ന് നിന്നുകൊണ്ട് ആ ഡിവൈസിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് വേണ്ട അറിവ് സ്വാംശീകരിച്ചെടുക്കാൻ കൂട്ടായൊരു പരിശ്രമം നടക്കുമ്പോൾ അത് ഗുണകരമാണ്. അതുപോലെ അഡിക്റ്റഡായിട്ട് പോകാതെ 24 മണിക്കൂറും ഇത് ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു സംവിധാനമായി മാറുകയും, വേറെ ചില അപകടങ്ങളുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിലേക്ക് വീണു പോകാൻ, അല്ലെങ്കിൽ അശ്ലീലമായ സംവിധാനങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്ന തട്ടിപ്പുകൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന പല തട്ടിപ്പുകളിലും പോയി പണം നഷ്ടപ്പെടുക, ഗെയിമിങ്ങിൽ പോയി പണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഡീപ്പ് ഫേക്ക് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച്, ടെക്നോളജി വർദ്ധിക്കുന്നതോടും നമ്മുടെ പ്രൈവസി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോകളിൽ കൂടി പണം ആവശ്യപ്പെട്ട് ആളുകൾ പറ്റിക്കപ്പെടുന്ന സാഹചര്യം, ഇവിടെയൊക്കെ വേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ, അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട ബാധ്യത കൂടി സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെ വലിയ ഒരു തുറവി ഈ വിദ്യാഭ്യാസ രംഗത്തിന് കിട്ടും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. സാർ പറഞ്ഞു വളരെ വലിയൊരു പോയിൻ്റാണ്. കാരണം അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നതുപോലെ തന്നെ തട്ടിപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട്, അല്ലെങ്കിൽ തട്ടിപ്പിലേക്ക് എങ്ങനെ ചെന്ന് ചാടാതിരിക്കാം, അതുപോലെ ഓവർ ടൈം നമ്മൾ ഈ മൊബൈലിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചിലവഴിക്കാതെ സമൂഹത്തിനും കൂടെ വേണ്ടത് എന്തെല്ലാമാണ് എന്ന് ഉള്ള കാര്യം മനസ്സിലാക്കുന്നതും അതിനും സമയം കണ്ടെത്തണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് സാറ് പറഞ്ഞു. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഇനിയും നിരവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, അതായത് വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി നമ്മുടെ മുമ്പിൽ ടെക്നോളജിയുടെ ഒരു പതാകവാഹകരായി ഈ നവസാമൂഹ്യ മാധ്യമങ്ങൾ മാറി. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഒരു കാലത്ത് ഇതൊന്നും നമുക്ക് പരിചിതമല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ തന്നെയും ഉത്തരവാദിത്തപ്പെട്ട ഉപയോഗത്തിലൂടെ അനന്തമായ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖലയായി നമ്മുടെ നവസാമൂഹ്യ മാധ്യമങ്ങൾ മാറും. അത് ആവേശകരമായ പ്രതീക്ഷകൾ നമ്മുടെ യുവതലമുറകൾ ഉണർത്തും. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ നടത്താനും ശക്തമായ അനുധാവനങ്ങൾ നടത്താനും അവരുടെ പഠനം എന്നുള്ള കാര്യം, ഗവേഷണം എന്നുള്ള കാര്യം, കണ്ടുപിടുത്തം എന്നുള്ള കാര്യം, സമൂഹത്തോടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നെറ്റ്വർക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റത്തിന് ഈ നാട്ടിലെ യുവതലമുറയെ പ്രാപ്തമാക്കാൻ നമ്മുടെ നവസാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ വാക്കുകൾക്ക് വളരെയധികം നന്ദി. ഇനിയും നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ജെൻ മീഡിയ ട്രഷർ ഹണ്ട് കോൺടെസ്റ്റിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാം. മീഡിയയുടെ വരിക്കാരാകുന്നവർക്കും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനാകുന്നത്. ഓരോ മാസവും പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453.